ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ വരുന്നൊരു മേഖലയാണത് ബ്ലഡ് സർക്കുലേഷൻ, രക്തപര്യനം. ബ്ലഡ് സർക്കുലേഷൻ, രക്തപര്യനം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു രക്തപര്യനം, ബ്ലഡ് സർക്കുലേഷൻ ആരുടെ ധർമ്മമാണ്? ഹൃദയത്തിന്റെ ധർമ്മമാണ് അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തെ ബ്ലഡ് സർക്കുലേറ്ററി ഓർഗാൻ. ഓക്കെ, വിച്ച് ഈസ് അവർ ബ്ലഡ് സർക്കുലേറ്ററി ഓർഗാൻ? ഹാർട്ട് ഈസ് അവർ ബ്ലഡ് സർക്കുലേറ്ററി ഓർഗാൻ. ഹൃദയമാണ് രക്തം പമ്പ് ചെയ്യുന്ന അവയവം. ഹൃദയം ഇനി എങ്ങനെയാണ് ആ പ്രവൃത്തി നിർവഹിക്കുന്നത് എന്നാണ് ഇപ്പം നമ്മൾ ഇതിൽ കൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഞാനിവിടെ ഒരു ചാർട്ട് രൂപത്തിൽ, ഒരു സൈക്കിള് രൂപത്തിൽ ഞാനിവിടെ കാണിക്കും, എന്നിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ലങ്സ് കൊടുക്കണേ, ശ്വാസകോശം. രണ്ട് വശങ്ങളിലായിട്ട് ഇവിടെ ലെഫ്റ്റ് ആട്രിയം മുകളിൽ കൊടുക്കുക, താഴെയായിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ കൊടുക്കുക. ഓക്കെ, ഇനി ലങ്സിന് നേരെ താഴെയായിട്ട് ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് എന്നുള്ള രീതിയിൽ കേട്ടോ. ഓക്കെ, ഇവിടെ നിങ്ങൾ ബോഡി ടിഷ്യൂ, ശരീരകലകളാണ് പറയേണ്ടത്, ബോഡി ടിഷ്യൂ. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ റൈറ്റ് ആട്രിയമാണ് താഴെ കൊടുക്കേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണേ, റൈറ്റ് ആട്രിയം. ഓക്കെ, മുകളിലോ റൈറ്റ് വെൻട്രിക്കിള്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സംശയം ഉണ്ടാവും, സാർ ഇപ്പം നേരത്തെ പറഞ്ഞത് രണ്ടറകള്, ആട്രിയം മുകളിലും വെൻട്രിക്കിള് താഴെയും, അതല്ലേ? അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലേ? ഹൃദയത്തിന്റെ ഘടനയിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? 4 ചേമ്പേഴ്സ് പറഞ്ഞു, അപ്പർ 2 ചേമ്പേഴ്സ്, ഓറിക്കിൾസ്, ലോവർ 2 ചേമ്പേഴ്സ്, വെൻട്രിക്കിൾസ് പറഞ്ഞു. ഓക്കെ, അപ്പൊ മുകൾ ഭാഗത്താണ് ഓറിക്കിൾ കാണുന്നത്, കീഴ്ഭാഗത്താണ് വെൻട്രിക്കിൾ കാണുന്നത്, ശരിയല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വന്നു അല്ലേ? ഇവിടെ കണ്ടോ വെൻട്രിക്കിൾ മുകളിലല്ല അല്ലേ, ഓറിക്കിൾ താഴെയല്ലേ? പക്ഷെ നമ്മളിപ്പോൾ ഹൃദയത്തിന്റെ ഘടനയാണോ പഠിക്കുന്നത്? സ്ട്രക്ചർ ഓഫ് ഹാർട്ട് ആണോ? അല്ല, ബ്ലഡ് സർക്കുലേഷൻ ആണ്, രക്തപര്യനമാണ്. രക്തം ഇങ്ങനെയാണ് ഒഴുകുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ അവിടെ ഞാനത് കാണിച്ചു തരാം. ക്ലോക്ക് വൈസ് മോഷൻ ആണ്. ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക്, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശരീരകലകളിലേക്ക്, ശരീരകലകളിൽ നിന്ന് റൈറ്റ് ആട്രിയത്തിലേക്ക്, റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക്, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇവിടെയൊക്കെ വരുന്നത് ഏത് ബ്ലഡ് വെസലാണ് എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾ ആർട്ടറീസ് ക്യാരി പ്യുവർ ബ്ലഡ് എക്സെപ്റ്റ് പൾമനറി ആർട്ടറി. ഓൾ ആർട്ടറീസ് ക്യാരി പ്യുവർ ബ്ലഡ് എക്സെപ്റ്റ് പൾമനറി ആർട്ടറി. ഓൾ വെയിൻസ് ക്യാരി ഇംപ്യൂർ ബ്ലഡ് എക്സെപ്റ്റ് പൾമനറി വെയിൻ. ആർട്ടറീസ് ക്യാരി പ്യുവർ ബ്ലഡ്, വെയിൻസ് ക്യാരി ഇംപ്യൂർ ബ്ലഡ്. ബിഗ്ഗസ്റ്റ് ആർട്ടറി അയോട്ട, ബിഗ്ഗസ്റ്റ് വെയിൻ ഇൻഫീരിയർ വീന കാവ. പിന്നെ കാപ്പിലറീസ് കണ്ടെത്തിയത് മാർസലോ മാൽപിജി. ലോമികകൾ, അത് ലിംഫ് വ്യവസ്ഥ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. രക്തത്തിന്റെ ശരീരകലയുടെ ഇടനിലക്കാരനാണ് ലിംഫ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് ആർട്ടറി ടിഷ്യൂ ആയിട്ട് കൂടിച്ചേരുന്ന ഭാഗത്തും വെയിന് ടിഷ്യൂ ആയിട്ട് കൂടിച്ചേരുന്ന ഭാഗത്തൊക്കെ നമുക്ക് കാപ്പിലറീസ് കാണാൻ സാധിക്കും. ആ കാപ്പിലറിയിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഊർന്നിറങ്ങുന്ന ശരീരദ്രവമാണ് ഏത്? ലിംഫ്. ക്ലിയർ അല്ലേ? അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്നാണ് വേണ്ടത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ക്യാരി ചെയ്യുന്നത് ഏത് ബ്ലഡ് വെസലാണ്? ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ടിഷ്യൂലേക്ക് ക്യാരി ചെയ്യുന്നത്, ഓക്കെ, ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ടിഷ്യൂവിലേക്ക് ക്യാരി ചെയ്യുന്നത്, ഇനി ടിഷ്യൂവിൽ നിന്ന് റൈറ്റ് ആട്രിയത്തിലേക്ക് ആരാണ്? ഓക്കെ, അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക എല്ലാവരും കേട്ടോ. ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസലാണ് ഏത്? പൾമനറി വെയിൻ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന്
ബോഡി ടിഷ്യൂലേക്ക് അല്ലേ. അയോട്ട, മഹാധമനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ആർട്ടറീസ്, പിന്നെ കാപ്പിലറീസ് ഒക്കെ ഇവിടെ വരണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു ബ്ലഡ് അല്ലെങ്കിൽ ആർട്ടറി ടിഷ്യൂമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലത്തും ഇനി വെയിന് ടിഷ്യൂമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലത്ത് നമുക്ക് കാപ്പിലറി കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ കാപ്പിലറി കൊടുക്കുക. അപ്പോൾ ഇവിടെയും കാപ്പിലറി കൊടുക്കണം, ഇവിടെയും കാപ്പിലറി കൊടുക്കണം. പിന്നെ വെയിന്, പിന്നെ ഇവിടെ വീനാക്കാവുണ്ട്. വീനാക്കാവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാസിരകൾ. ഓക്കെ, അത് രണ്ട് തരത്തിലുണ്ട്. സുപ്പീരിയർ വീനാക്കാവ, ഇൻഫീരിയർ വീനാക്കാവ. ഊർദ്ധമഹാസിര, അധോമഹാസിര. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ മഹാസിരകളിൽ കൂടെയൊക്കെ ഒഴുകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇംപ്യൂർ ബ്ലഡ് ആണ്, അശുദ്ധ രക്തമാണ് കേട്ടോ. അപ്പോൾ രക്തം തന്നെയാണ്, പക്ഷെ അത് ശുദ്ധരക്തം അശുദ്ധരക്തം ഒക്കെ എന്താണെന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ റൈറ്റ് ആർട്ടറിയത്തിലേക്ക് എത്തിയല്ലോ. പിന്നെ റൈറ്റ് ആർട്ടറിയിൽ റൈറ്റ് വെൻട്രിക്കിൾ. പിന്നെ ഇവിടെയാണ് നമുക്ക് ബ്ലഡ് വെസൽ വരുന്നത്, പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾ ആർട്ടറീസ് ക്യാരി പ്യൂർ ബ്ലഡ് എക്സെപ്റ്റ് പൾമനറി ആർട്ടറി. ഓൾ വെയിൻസ് ക്യാരി ഇംപ്യൂർ ബ്ലഡ് എക്സെപ്റ്റ് പൾമനറി വെയിൻ. അതിന്റെ അർത്ഥം എന്താ? വെയിൻസ് ക്യാരി ചെയ്യുന്നത് ഇംപ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞു, പൾമനറി വെയിൻ പ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞു അല്ലെ. ആർട്ടറീസ് ക്യാരി പ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞു, എന്നാൽ പൾമനറി ആർട്ടറി ഇംപ്യൂർ ബ്ലഡ് പറഞ്ഞു അല്ലെ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി അതുപോലെ ലെഫ്റ്റ് ആർട്ടറിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലൊക്കെ ഉള്ള ബ്ലഡ് എന്ന് പറഞ്ഞാൽ പ്യൂർ ബ്ലഡ് ആയിരിക്കും. റൈറ്റ് ആർട്ടറിയത്തിലും റൈറ്റ് വെൻട്രിക്കിളിലൊക്കെ ഉള്ള ബ്ലഡോ ഇംപ്യൂർ ബ്ലഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡിവിഷൻ കൊടുക്കുക അല്ലേ. ഓക്കെ, ഇടത് ഭാഗത്ത് ശുദ്ധരക്തം, വലതു ഭാഗത്ത് അശുദ്ധ രക്തം. അപ്പൊ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിന്റെ ഇടത് വലതല്ല കേട്ടോ, ഹൃദയത്തിന്റെ ഇടതു ഭാഗത്ത്. ഓക്കെ, ലെഫ്റ്റ് സൈഡ്, ഹൃദയത്തിന്റെ ഇടതു ഭാഗത്ത് ശുദ്ധരക്തം, വലതു ഭാഗത്ത് അശുദ്ധ രക്തം. അങ്ങനെ ഓർത്ത് വെക്കുക. ഓക്കെ, അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, പൾമണറി വെയിനിൽ പ്യൂർ ബ്ലഡ് ആണ്, ലെഫ്റ്റ് ആർട്ടറിയത്തിൽ പ്യൂർ ബ്ലഡ് ആണ്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ പ്യൂർ ബ്ലഡ് ആണ്, അയോട്ടയിൽ പ്യൂർ ബ്ലഡ് ആണ്, പൾമണറി ആർട്ടറി ഒഴികെയുള്ള ആർട്ടറീസിൽ പ്യൂർ ബ്ലഡ് ആണ്, പിന്നെ ആർട്ടറി ടിഷ്യൂമായിട്ട് കൂടിച്ചേരുന്ന സ്ഥലത്തുള്ള കാപ്പിലറിയിലും പ്യൂർ ബ്ലഡ് ആണ്. ഓക്കെ, ഇനി അതേപോലെ ഈ സൈഡും പറയണം. ഓക്കെ, റൈറ്റ് ആർട്ടറിയത്തിൽ ഇംപ്യൂർ ബ്ലഡ് ആണ്, റൈറ്റ് വെൻട്രിക്കിളിൽ ഇംപ്യൂർ ബ്ലഡ് ആണ്, പൾമണറി ആർട്ടറിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത് ഇംപ്യൂർ ബ്ലഡ് ആണ്, വെയിനിൽ കൂടെ, ഏത് വെയിൻ ഒഴികെ, പൾമണറി വെയിൻ ഒഴികെയുള്ള മറ്റുള്ള വെയിനിൽ കൂടെ ഒക്കെ ഒഴുകുന്നത് ഇംപ്യൂർ ബ്ലഡ് ആണ്. ഓക്കെ, ഇനി വെയിൻ ഇവിടെ ടിഷ്യൂ ആയിട്ട് ചേരുന്ന സ്ഥലത്തുള്ള കാപ്പിലറിയിൽ കൂടെ ഫ്ലോ ചെയ്യുന്നതും ഇംപ്യൂർ ബ്ലഡ് ആണ്. വീനാക്കാവ, സുപ്പീരിയർ വീനാക്കാവയിലും ഇൻഫീരിയർ വീനാക്കാവയിലും ഒക്കെ ഇംപ്യൂർ ബ്ലഡ് ആണ്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ലെഫ്റ്റ് ആർട്ടറിയത്തെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് വേർതിരിക്കുന്ന വാൽവാണ് ഏത്? ബൈകസ്പിഡ് വാൽവ്. റൈറ്റ് ആർട്ടറിയത്തെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വേർതിരിക്കുന്ന വാൽവാണ് ഏത്? ട്രൈകസ്പിഡ് വാൽവ്. ഓക്കെ, അപ്പോൾ വാൽവുകളുടെ പൊസിഷനാണ് ഇപ്പോൾ ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ആർട്ടറിയത്തെ ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് വേർതിരിക്കുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ആർട്ടറിയത്തെ ലെഫ്റ്റ് വെൻട്രിക്കിളായിട്ട് ബന്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ പറയാം നമുക്ക്, ബൈകസ്പിഡ്. ഓക്കെ, ഇനി അതുപോലെ റൈറ്റ് ആർട്ടറിയത്തെ റൈറ്റ് വെൻട്രിക്കിളായിട്ട്, അല്ലെങ്കിൽ റൈറ്റ് ആർട്ടറിയത്തെ റൈറ്റ് വെൻട്രിക്കിളായിട്ട് ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ആർട്ടറിക്കിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിനെ വേർതിരിക്കുക, ഒന്നൊക്കെ പറയാം. ഏത്? ട്രൈകസ്പിഡ്. അപ്പോൾ പൊസിഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ഇടതുഭാഗത്ത് ബൈകസ്പിഡ്, ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് എവിടെ? അതെ, ലെഫ്റ്റ് ആർട്ടറിയത്തിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായിട്ടാണ് നമുക്ക് ബൈകസ്പിഡ് വാൽവ് കാണാൻ സാധിക്കുക. ഇനി വലത് ഭാഗത്ത് ട്രൈകസ്പിഡ്, ഹൃദയത്തിന്റെ വലത് ഭാഗത്ത് ട്രൈകസ്പിഡ്, ട്രൈ എന്ന് ഓർത്ത് വെച്ചാൽ മതി. റൈറ്റ് സൈഡ് ട്രൈകസ്പിഡ്, ട്രൈ. ഓക്കെ, അപ്പോൾ വലത് ഭാഗത്ത് ട്രൈകസ്പിഡ് ചെയ്യുന്നത് എന്താ? റൈറ്റ് ആർട്ടറിയത്തെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് വേർതിരിക്കുക, അല്ലെങ്കിൽ റൈറ്റ് ആർട്ടറിയത്തെ റൈറ്റ് വെൻട്രിക്കിളായിട്ട് ബന്ധിപ്പിക്കുക, അങ്ങനെയൊക്കെ പറയാം നമുക്ക്. ക്ലിയർ ആയല്ലോ. ഓക്കെ, ഈ രണ്ട് വാൽവിന് നമ്മളൊരു പേര് പറഞ്ഞിരുന്നു അല്ലേ?
കസ്പിഡ് വാൽവുകൾ. അതിൽ ഈ ബൈക്കസ്പിഡ് വാൽവിന് ഒരു പേര് പറഞ്ഞിരുന്നു, മിട്രൽ വാൽവ്. അതൊക്കെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ദ്വിദള വാൽവാണ്. 2 ദളങ്ങളോട് കൂടിയ ദ്വിദള വാൽവാണ് ബൈക്കസ്പിഡ്. ഇത് 3 ദളങ്ങളോട് കൂടിയ ത്രിദള വാൽവാണ് ട്രൈക്കസ്പിഡ്. അത് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി മറ്റൊരു പ്രവൃത്തിയും കൂടി ശ്രദ്ധിക്കുക നിങ്ങൾ. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് പ്യുവർ ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്. ഏത് വാൽവിലൂടെ? ബൈക്കസ്പിഡ് വാൽവിലൂടെ. ഓക്കെ, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ബ്ലഡ് ഒഴുകുമോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഒഴുകുമോ? ഇല്ല, ഒഴുകാൻ പാടില്ല അല്ലേ? തിരിച്ചൊഴുകാൻ പാടുണ്ടോ? പാടില്ല. അതാണ് ആര് ചെയ്യുന്ന പ്രവൃത്തി? ബൈക്കസ്പിഡ് വാൽവ് ചെയ്യുന്ന. ഈ വാൽവിന്റെ ധർമ്മം അതാണ്. രക്തം തിരിഞ്ഞു ഒഴുകുന്നത് തടയുക. കാരണം ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ് വരേണ്ടത്. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുന്ന് അത് തിരിച്ച് ഒഴുകാൻ പാടില്ല, തിരിഞ്ഞ് അങ്ങോട്ട് ഒഴുകാൻ പാടില്ല. ആ തിരിഞ്ഞ് അങ്ങോട്ട് ഒഴുകുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ആ കണക്ഷൻ അവിടെ തടയുക, അല്ലെങ്കിൽ ബ്ലഡ് തിരിഞ്ഞൊഴുകുന്നത് തടയുക, അങ്ങനെ തന്നെ പറയാം നിങ്ങൾക്ക്. ഓക്കെ, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ബ്ലഡ് തിരിച്ച് ഒഴുകുക, അത് തടയുക എന്നുള്ളതാണ് ഈ വാൽവ് ചെയ്യുന്ന പ്രവൃത്തി. ഇനി അതേപോലെ ഇവിടെ ശ്രദ്ധിക്കണം. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് അല്ലേ? അപ്പോൾ അവിടെ ഇതേപോലെ തിരിച്ചിങ്ങോട്ട് ഒഴുകാൻ പാടില്ല അല്ലേ? അതാണ് ഈ വാൽവ് ചെയ്യുന്ന പ്രവൃത്തി, അത് തടയുക എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ പൊതുവേ നമുക്ക് എന്ത് പറയാം? വാൽവുകൾ എന്താ ചെയ്യുന്നത്? രക്തം തിരിഞ്ഞൊഴുകുന്നത് തടയുക. ഓക്കെ, അപ്പോൾ അതിൽ ബൈക്കസ്പിഡ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് തിരിച്ച് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഒഴുകാൻ പാടില്ല. ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കാണ് ഒഴുകേണ്ടത്, അല്ലാണ്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്കല്ല. അത് തടയുക, അതാണ് ബൈക്കസ്പിഡ്. ഇവിടെ അതേപോലെ റൈറ്റ് ആട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കാണ് ഒഴുകേണ്ടത് ഇൻഡ്യൂർ ബ്ലഡ്. ഓക്കെ, അപ്പോൾ അവിടെ അത് തിരിച്ച് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തിരിച്ച് ഒഴുകാൻ പാടില്ല, അത് തടയുക എന്നുള്ളതാണ് ട്രൈക്കസ്പിഡ് ചെയ്യുന്ന പ്രവൃത്തി. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ്, അല്ലാതെ വെൻട്രിക്കിളിൽ നിന്ന് ആട്രിയത്തിലേക്കല്ല. എവിടെ? ലെഫ്റ്റ് സൈഡിൽ. അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് തിരിഞ്ഞു ഒഴുകുന്നത് തടയുക, അതാണ് അവിടെ ബൈക്കസ്പിഡ് വാൽവ് ചെയ്യുന്ന പ്രവൃത്തി. ഇവിടെ അതേപോലെ ആട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ്. അതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ലെഫ്റ്റ് സൈഡ് ആയാലും റൈറ്റ് സൈഡ് ആയാലും ഓക്കെ, ഹൃദയത്തിന്റെ ലെഫ്റ്റും റൈറ്റ് ആയാലൊക്കെ ആട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്കാണ് പോകേണ്ടത്. ഇവിടെ കണ്ടില്ല നമ്മൾ ലെഫ്റ്റ് ആട്രിയത്തിൽ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കല്ലേ? ഇവിടെ അതേപോലെ ആട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് തന്നെയല്ലേ? അല്ലാണ്ട് വെൻട്രിക്കിളിൽ നിന്ന് ഒരിക്കലും ആട്രിയത്തിലേക്ക് തിരിഞ്ഞു ഒഴുകരുത് അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞൊഴുകാൻ പാടുണ്ടോ? ഇനി അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞൊഴുകാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ അത് തടയുക, അതാണ് ഈ വാൽവുകൾ ചെയ്യുന്ന പ്രവൃത്തി. ഏത് വാൽവുകൾ? കസ്പിഡ് വാൽവുകൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി കൃത്രിമ വാൽവുകളുണ്ട്. കൃത്രിമ വാൽവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടഫ്ലോൺ പ്ലാസ്റ്റിക്. ടഫ്ലോൺ. ഇപ്പൊ വാൽവുകൾക്കൊക്കെ തകരാറ് വരുന്ന സമയത്ത് കൃത്രിമ വാൽവ് നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ടഫ്ലോൺ ആണെങ്കിൽ ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ ഈ വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് ഹൃദയമിടിപ്പായിട്ട് നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ ഹൃദയമിടിപ്പ് ടപ് 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 എന്നുള്ള സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, അത് ഈ വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലിയർ അല്ലേ? അപ്പൊ വാൽവുകൾ അടയുമ്പോഴുള്ള ശബ്ദമാണ് ഹൃദയമിടിപ്പായിട്ട് കേൾക്കുന്നത്. കൃത്രിമ വാൽവുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ആണ് ടഫ്ലോൺ. ഓക്കെ, വാൽവുകൾ 4 എണ്ണം, 2 കസ്പിഡ് വാൽവും 2 അർദ്ധചന്ദ്രാകാര വാൽവും. അതിൽ കസ്പിഡ് വാൽവുകളാണ് ഏതൊക്കെ? ബൈക്കസ്പിഡ്, ട്രൈക്കസ്പിഡ്. ഓക്കെ, ഇനി അർദ്ധചന്ദ്രാകാര വാൽവുകൾ, സെമി ലൂണാർ വാൽവുകളാണ് ഏതൊക്കെ? അയോട്ടിക്കും പൾമണറി. ഇനി അയോട്ടിക്കും പൾമണറി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അയോട്ടയുടെ തുടക്കത്തിൽ കാണുന്ന വാൽവാണ് ഏത്? അയോട്ടിക്. ഇതാണ് ഏത്? അയോട്ടിക് വാൽവ്, അയോട്ടയുടെ തുടക്കത്തിൽ. ഓക്കെ, ഇനി അതേപോലെ ഈ പൾമനറി ആർട്ടറിയുടെ തുടക്കത്തിൽ കാണുന്ന വാൽവാണ് ഏത്? പൾമനറി വാൽവ്. ഒക്കെ നോട്ട് ചെയ്യാം, പൾമനറി വാൽവ് കേട്ടോ. പൾമനറി ആർട്ടറിയുടെ തുടക്കത്തിൽ. ഇനി അതേപോലെ അയോട്ടയുടെ തുടക്കത്തിൽ അയോട്ടിക് വാൽവ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ അത് ശരിക്കും ശ്രദ്ധിക്കാം നിങ്ങൾ.
ഓക്കെ, അപ്പൊ ഇവിടെ ഈ വാൽവ് ചെയ്യുന്ന പ്രവൃത്തി അത് തന്നെയാണ്, രക്തം അല്ലെ പിന്നോട്ട് ഒഴുകുന്നത് തടയുക എന്ന് തന്നെയാണ്. വാൽവുകൾ ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക, പൊസിഷൻ ശരിക്കും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് കാണുന്ന വാൽവ് ഏത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ബൈക്കസ്പിഡ് പറയണം, അയോർട്ടിക്കും പറയണം. ക്ലിയർ ആയല്ലോ? ഹൃദയത്തിന്റെ വലത് ഭാഗത്ത് കാണുന്ന വാൽവ് ഏതൊക്കെയാ? ട്രൈക്കസ്പിഡും പൾമിനറിയും. ഇനി അതേപോലെ അയോർട്ടയുടെ തുടക്കത്തിൽ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയോർട്ടിക്കേ പറയാവൂ, ബൈക്കസ്പിഡ് പറയരുത്. പറയാൻ പറ്റുമോ? ഇല്ല. അയോർട്ടയുടെ തുടക്കത്തിൽ, അയോർട്ടയുടെ മഹാധമനിയുടെ തുടക്കത്തിൽ അയോർട്ടിക് വാൽവാണ്. അതേപോലെ പൾമിനറി ആർട്ടറിയുടെ തുടക്കത്തിൽ അല്ലെ, അതിന്റെ എൻട്രൻസ് അല്ലെ, അത് തുടങ്ങുന്ന സ്ഥലത്ത് കാണുന്ന വാൽവ് ചോദിച്ചിട്ടുണ്ടെങ്കിലും പൾമിനറി വാൽവാണ് പറയുന്നത്. അപ്പൊ പൾമിനറി ആർട്ടറിയുടെ തുടക്കത്തിൽ പൾമിനറി വാൽവ്, അയോർട്ടയുടെ തുടക്കത്തിൽ അയോർട്ടിക് വാൽവ്. ഇനി ലെഫ്റ്റ് ആട്രിയത്തിനെ ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് വേർതിരിക്കുന്നത് ബൈക്കസ്പിഡ്, റൈറ്റ് ആട്രിയത്തെ റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് വേർതിരിക്കുന്നത് ട്രൈക്കസ്പിഡ്. ക്ലിയർ ആണല്ലോ? അതിൽ ബൈക്കസ്പിഡിനെയാണ് നമ്മൾ മിട്രൽ വാൽവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 4 വാൽവുകൾ, അതിന്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി. ഓക്കെ, ഇനി അതേപോലെ ബിഗ്ഗസ്റ്റ് ബ്ലഡ് വെസൽ, വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ആർട്ടറി, ബിഗ്ഗസ്റ്റ് ബ്ലഡ് വെസൽ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ അയോർട്ടയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, ഏതാണ് ഏറ്റവും വലിയ രക്തക്കുഴൽ, ഏതാണ് ഏറ്റവും വലിയ ധമനി എന്നത് ചോദിച്ചാൽ മഹാധമനിയാണ് പറയേണ്ടത്, അയോർട്ട. ഓക്കെ, ഇനി അതേപോലെ ഏറ്റവും വലിയ സിര ചോദിച്ചാലും മഹാസിര ചോദിച്ചാലൊക്കെ നിങ്ങൾ ഏത് ഓപ്ഷൻ കൊടുക്കേണ്ടത്? അധോ മഹാസിര, ഇൻഫീരിയർ വീന കാവ. ഓക്കെ, അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ബിഗ്ഗസ്റ്റ് ബ്ലഡ് വെസൽ അയോർട്ട, ബിഗ്ഗസ്റ്റ് ആർട്ടറിയും അയോർട്ടയാണ്. എന്നാൽ ബിഗ്ഗസ്റ്റ് വെയിനും ബിഗ്ഗസ്റ്റ് വീന കാവയൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഇൻഫീരിയർ വീന കാവയാണ് പറയേണ്ടത്. ക്ലിയർ ആയല്ലോ? ബിഗ്ഗസ്റ്റ് ബ്ലഡ് വെസലും ബിഗ്ഗസ്റ്റ് ആർട്ടറിയും ചോദിച്ചാൽ നിങ്ങൾ അയോർട്ട കൊടുക്കണം. എന്നാൽ ബിഗ്ഗസ്റ്റ് വെയിനും ബിഗ്ഗസ്റ്റ് വീന കാവയും ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഫീരിയർ വീന കാവ. ഓക്കെ, സുപ്പീരിയർ അല്ല. ഓക്കെ, ഊർദ്ധ മഹാസിര അല്ല പറയേണ്ടത്, അധോ മഹാസിര, ഇൻഫീരിയർ വീന കാവ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് പൾമിനറി വെയിൻ. ചോദ്യങ്ങൾ പറയണേ. ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പൾമിനറി വെയിൻ. ഓക്കെ, ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശരീരകലകളിലേക്ക് അയോർട്ട, അയോർട്ടയിലുള്ള ആർട്ടറീസ്, അയോർട്ടയിൽ നിന്ന് തുടങ്ങുന്ന ആർട്ടറീസ് വഴി അങ്ങനെ പറയണം. ഓക്കെ, അയോർട്ട ആർട്ടറീസ്, പൾമിനറി ആർട്ടറി ഒഴികെയുള്ള ആർട്ടറീസ്. ഓക്കെ, ഇനി ആ ബ്ലഡ് ഇപ്പോൾ എവിടെ എത്തി? ലങ്സിൽ നിന്ന് ബ്ലഡ് ഇപ്പോൾ എവിടെ എത്തി? ടിഷ്യൂലെത്തിയില്ലേ? അപ്പൊ ടിഷ്യൂവിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലേ ഹാർട്ട് ചെയ്യുന്ന പ്രവൃത്തി. മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾ ലങ്സിൽ വെച്ചിട്ട് ശുദ്ധീകരിക്കപ്പെടുന്ന രക്തം, അതിങ്ങനെ ഓർത്ത് വെക്കുക. രക്തശുദ്ധീകരണശാലയാണ് ആര്? ശ്വാസകോശം. ശ്വാസകോശത്തെയാണ് നമ്മൾ രക്തശുദ്ധീകരണശാല എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് അവർ ബ്ലഡ് പ്യൂരിഫിക്കേറ്ററി ഓർഗാൻ ചോദിച്ചാൽ നിങ്ങൾ ലങ്സ് ആണ് പറയേണ്ടത്. ഓക്കെ, ശ്വാസകോശമാണ് രക്തശുദ്ധീകരണശാല. അപ്പൊ ശ്വാസകോശത്തിൽ വെച്ചിട്ട് ശുദ്ധീകരിക്കപ്പെടുന്ന രക്തം, ശുദ്ധരക്തം, അത് വരുന്ന വഴിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പൊ ശുദ്ധരക്തം അല്ലെ, പ്യുവർ ബ്ലഡ് പൾമിനറി വെയിനിൽ കൂടെ ലെഫ്റ്റ് ആട്രിയത്തിലേക്ക്, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ബൈക്കസ്പിഡ് വാൽവിൽ കൂടെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക്, അവിടുന്ന് അയോർട്ടിക് വാൽവിലൂടെ, അയോർട്ടയിലൂടെ, ആർട്ടറീസിലൂടെ, കാപ്പിലറീസിലൂടെ ടിഷ്യൂലേക്ക്. പ്യുവർ ബ്ലഡ് ഇപ്പൊ എവിടെ എത്തി? ടിഷ്യൂവിൽ എത്തിയല്ലോ, ശുദ്ധരക്തം എത്തിയില്ലേ? ഓക്കെ, അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഓക്സിജൻ, ആ ശുദ്ധരക്തത്തിലുള്ള ഓക്സിജൻ, ഞാൻ പറഞ്ഞു ശുദ്ധരക്തത്തിൽ ഓക്സിജൻ ആണുള്ളത്, ആ ഓക്സിജനെ കലകൾ എന്ത് ചെയ്യും? ഉപയോഗിക്കും. ആ ഉപയോഗ ഫലമായിട്ടുണ്ടാവുന്ന ഒരു മലിനവാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് രക്തത്തിലേക്ക് തള്ളുകയും ചെയ്യും, കലകൾ രക്തത്തിലേക്ക്. ഓക്കെ, അപ്പൊ എന്തായി? ആ ബ്ലഡ് ഓക്സിജൻ, ഇപ്പൊ പ്യൂർ ബ്ലഡിലുള്ള ഓക്സിജൻ ഉപയോഗിച്ചല്ലോ, ഉപയോഗിച്ചത് കൊടുക്കാൻ നമുക്ക് കഴിയില്ലല്ലോ അല്ലെ? ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ ശുദ്ധരക്തത്തിലുള്ള ഓക്സിജൻ, പ്യുവർ ബ്ലഡിലുള്ള ഓക്സിജൻ ഇവിടെ കലകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിച്ചു, ഊർജ്ജോൽപാദനത്തിന് വേണ്ടിയിട്ടൊക്കെ ഓക്സിജൻ വേണമല്ലോ, ഓക്സിജൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഉണ്ടാവുന്നൊരു വാതകമാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, അപ്പൊ ആ കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ കലരും. കാരണം അത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകണം. നമ്മുടെ ശരീര കലകളിൽ നിന്ന് ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്
നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് പോകണ്ടേ? നിശ്വാസവായുവിലൂടെ അത് പുറത്തേക്ക് പോകണമെങ്കിൽ അത് എവിടെ എത്തണം? ലങ്സിലേക്ക് എത്തണമല്ലോ. അതാ ലങ്സിലേക്ക് എത്തുന്ന വഴിയാണത്. ഓക്കെ, അപ്പം അല്ലേ, കാർബൺ ഡൈ ഓക്സൈഡ്, കലകളിൽ നിന്നുണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കാപ്പിലറിയിലൂടെ ബ്ലഡിലേക്ക്, പ്യൂർ അല്ല ഇമ്പ്യൂർ ബ്ലഡ് കേട്ടോ, പ്യൂർ ബ്ലഡ് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറിയ. അപ്പോൾ ഇവിടെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നിങ്ങൾ, അത് അവിടെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇമ്പ്യൂർ ബ്ലഡ് പ്യൂർ ബ്ലഡ് ആയിട്ട് മാറുന്നത് ലങ്സിൽ വെച്ചിട്ട്, പ്യൂർ ബ്ലഡ് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറുന്നത് ടിഷ്യൂവിൽ വെച്ചിട്ട്. ഇവിടെ ഇങ്ങനെ ആരോ കൊടുത്താൽ മതി. അശുദ്ധരക്തം ശുദ്ധരക്തമായിട്ട് മാറുന്നത് എവിടെ വെച്ചാൽ? ലങ്സിൽ വെച്ചിട്ട്. ശുദ്ധരക്തം അശുദ്ധരക്തമായിട്ട് മാറുന്നത് എവിടെ വെച്ചാൽ? ശരീരകലകളിൽ വെച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായി മാറി? ഇമ്പ്യൂർ ബ്ലഡ് ആയി മാറിയില്ല അല്ലെ? പ്യൂർ ബ്ലഡ് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറി. ആ ഇമ്പ്യൂർ ബ്ലഡ് ശരീരകലകളിൽ വെച്ചിട്ട് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറില്ലോ, അത് കാപ്പിലറിയിൽ കൂടെ, വെയിനിൽ കൂടെ അല്ലെ, വീനാക്കാവ, സുപ്പീരിയർ വീനാക്കാവ, ഇൻഫീരിയർ വീനാക്കാവയിൽ കൂടെ റൈറ്റ് ആട്രിയത്തിലേക്ക് എത്തും. റൈറ്റ് ആട്രിയത്തിൽ നിന്ന് ട്രൈക്കസ്പിഡ് വാൽവിൽ കൂടെ റൈറ്റ് വെൻട്രിക്കിളിലേക്ക്, അവിടുന്ന് പിന്നെ പൾമണറി വാൽവിൽ കൂടെ പൾമണറി ആർട്ടറിയിലൂടെ കയറിയിട്ട് ലങ്സിലെത്തി. ലങ്സിൽ വെച്ചിട്ട് ഇമ്പ്യൂർ ബ്ലഡ് എന്തായിട്ട് മാറും? വീണ്ടും പ്യൂർ ബ്ലഡ് ആയിട്ട് മാറും അല്ലേ? ഇമ്പ്യൂർ ബ്ലഡ് വീണ്ടും പ്യൂർ ബ്ലഡ് ആയിട്ട് മാറും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ പ്രവർത്തനമാണ് എന്ത്? ബ്ലഡ് സർക്കുലേഷൻ. ഓക്കെ, അപ്പോൾ അതിനെ സഹായിക്കുന്ന രക്തക്കുഴലുകളും അറകളും വാൽവുകളും ഒക്കെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ശരിക്ക് ശ്രദ്ധിച്ച് പഠിക്കണം. ഓക്കെ, ഇനി ഇവിടെ ഞാനൊരു ഡിവിഷനും കൂടി കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് ആട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ, ടിഷ്യൂസ് ഉൾപ്പെടുന്ന സർക്കുലേഷൻ, ആ സർക്കുലേഷൻ നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റമിക് സർക്കുലേഷൻ. ഓക്കെ, ഇനി അതേപോലെ റൈറ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് ലെഫ്റ്റ് ആട്രിയത്തിൽ അവസാനിക്കുന്ന സർക്കുലേഷൻ, ലങ്സ് ഉൾപ്പെടുന്നത് അല്ലെ, അത് നമ്മൾ എന്താ പറയാ? പൾമനറി സർക്കുലേഷൻ. ഓക്കെ, അങ്ങനെ രണ്ട് സർക്കുലേഷൻ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനിൽ വരുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ ഡബിൾ സർക്കുലേഷൻ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ ഡബിൾ സർക്കുലേഷനിൽ വരുന്നത് സിസ്റ്റമിക് സർക്കുലേഷനും പൾമനറി സർക്കുലേഷനും. സിസ്റ്റമിക്കില് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് റൈറ്റ് ആട്രിയത്തിലേക്ക്. അപ്പൊ അതിവിടെ പല ചോദ്യങ്ങളായിട്ട് വരുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് റൈറ്റ് ആട്രിയത്തിൽ അവസാനിക്കും. ഓക്കെ, പ്യൂർ ബ്ലഡ് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറും. ശരീരകലകൾ, ബോഡി ടിഷ്യൂസ് ഉൾപ്പെടുന്നത്, ഹൃദയത്തിന്റെ ഇടതുഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് വലതു ഭാഗത്ത് അവസാനിക്കുന്നത്. ഇതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ സിസ്റ്റമിക് ആണ് പറയേണ്ടത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കണേ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് റൈറ്റ് ആട്രിയത്തിൽ അവസാനിക്കും. പ്യൂർ ബ്ലഡ് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറും. ഓക്കെ, ഹൃദയത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ അവസാനിക്കുക. ബോഡി ടിഷ്യൂസ് ഉൾപ്പെടുക, ബോഡി പാർട്സ് ഉൾപ്പെടുക. അതൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഏത് സർക്കുലേഷനാണ് പറയേണ്ടത്? സിസ്റ്റമിക് സർക്കുലേഷൻ ആണ് പറയേണ്ടത്. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് ആണ് ഇത് വരിക, പൾമനറി വരിക. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് റൈറ്റ് ആട്രിയത്തിൽ അവസാനിച്ചു എന്നല്ലേ? ശ്രദ്ധിക്കണം, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തുടങ്ങിയിട്ട് റൈറ്റ് ആട്രിയത്തിൽ അവസാനിച്ചു എന്നല്ലേ സിസ്റ്റമിക്കിൽ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഇവിടെ റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിൽ അവസാനിക്കണം. ക്ലിയർ അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞത് പ്യൂർ ബ്ലഡ് ഇമ്പ്യൂർ ബ്ലഡ് ആയിട്ട് മാറുന്നു എന്നല്ലേ സിസ്റ്റമിക്കിൽ പറഞ്ഞത്? അപ്പൊ പൾമനറിൽ എങ്ങനെ വരും? ഇമ്പ്യൂർ ബ്ലഡ് പ്യൂർ ബ്ലഡ് ആയിട്ട് മാറുന്നതെന്ന് പറയണം. ഓക്കെ, ഇനി അടുത്ത വ്യത്യാസം, ഹൃദയത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് റൈറ്റ് സൈഡിൽ അവസാനിക്കുന്നതല്ലേ? അപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിൽ അവസാനിക്കുന്നതെന്ന് പറയണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക. അതിനിപ്പോ ഇവിടെ പിന്നെ സിസ്റ്റമിക്കിലും നമ്മൾ ബോഡി ടിഷ്യൂസ് ആണ് ഉൾപ്പെടുന്നത് പറഞ്ഞു അല്ല. പൾമനറിയിൽ ഏതാ വരിക? ലങ്സ് ആണ് ഉൾപ്പെടുക. ലങ്സ് ഉൾപ്പെടുന്ന സർക്കുലേഷൻ ആണ് പൾമനറി, ബോഡി ടിഷ്യൂസ് ഉൾപ്പെടുന്ന സർക്കുലേഷൻ ആണ് സിസ്റ്റമിക്. അങ്ങനെ രണ്ട് സർക്കുലേഷൻ വരുന്നത് കൊണ്ട് നമ്മുടെ സർക്കുലേഷനെ പറയുന്ന പേരാണ് എന്ത്? ഡബിൾ സർക്കുലേഷൻ. ഓക്കെ, ഇനി അതേപോലെ റൈറ്റ് ആട്രിയത്തിന്റെ ഉപരിതലത്തിലായിട്ട് കാണുന്ന ഒരു നോഡ് ഉണ്ട്. ഈ നോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SA നോഡ്, സൈനോ ഓറിക്കുലർ നോഡ് അല്ലെങ്കിൽ സൈനോ ആട്രിയൽ നോഡ് എന്നൊക്കെ പറയുന്നത്. SA നോഡ്. ഓക്കെ, അപ്പൊ ഈ SA നോഡിൽ നിന്നാണ് ശരിക്കും ഹൃദയമിടിപ്പ് തുടങ്ങുന്നത്. അതേപോലെ ഹൃദയമിടിപ്പ് കൺട്രോൾ ചെയ്യുന്നതും അല്ല SA നോഡിന്റെ മറ്റൊരു പേരാണ് പേസ് മേക്കർ. അതൊക്കെ മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. ഓക്കെ, പക്ഷെ ചോദ്യം രണ്ടെണ്ണമായിട്ട് കണ്ടതാണ് ഞാൻ പറയുന്നത്.
ഓക്കെ, എവിടെ നിന്നാണ് ഹൃദയമിടിപ്പ് തുടങ്ങുന്നത് എന്നാണ്, ഹാർട്ട് ബീറ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് സൈനോ ഓറിക്കുലർ നോഡ് അല്ലെങ്കിൽ എസ് എ നോഡ്, സൈനോ ആട്രിയൽ നോഡ് കൊടുക്കാം, എസ് എ നോഡ് കൊടുക്കാം. ഇനി കൺട്രോൾ ചെയ്യുന്നത്, ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഏത് ഭാഗമാണ്, ഹൃദയത്തിന്റെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പേസ് മേക്കർ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, പേസ് മേക്കറിനെയാണ് നമ്മൾ ഹാർട്ട് ഓഫ് ഹാർട്ട്, ആർട്ടിഫിഷ്യൽ ഹാർട്ട് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് കോൾഡ് as ദി ഹാർട്ട് ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന പേസ് മേക്കറാണ്. വിച്ച് ഈസ് കോൾഡ് as ദി ആർട്ടിഫിഷ്യൽ ഹാർട്ട്, കൃത്രിമ ഹൃദയം എന്നറിയപ്പെടുന്നത് പേസ് മേക്കറാണ്. ഇനി അതേപോലെ എസ് ഐ നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നത്, സൈനോ ആട്രിയൽ നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് പറയുന്നതെന്നൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. കാണുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണേ, റൈറ്റ് ആട്രിയത്തിന്റെ സർഫസിൽ, റൈറ്റ് ആട്രിയത്തിന്റെ ഉപരിതലത്തിലായിട്ടാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുക, എസ് ഐ നോഡ് കാണാൻ സാധിക്കുക. ആ എസ് ഐ നോഡിനെയാണ് സൈനോ ആട്രിയൽ നോഡ് അല്ലെങ്കിൽ സൈനോ ഓറിക്കുലർ നോഡ് എന്നൊക്കെ വിളിക്കുന്നത്. പേസ് മേക്കർ അല്ലേ? ഒക്കെ ശ്രദ്ധിക്കണേ, പൊസിഷനൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഡബിൾ സർക്കുലേഷൻ പറഞ്ഞു, പിന്നെ പേസ് മേക്കറിൻ്റെ പൊസിഷൻ പറഞ്ഞു, ഓരോ വാൽവുകളുടെയും പൊസിഷൻ പറഞ്ഞു, പിന്നെ പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷന് സഹായിക്കുന്ന ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്ന് കണ്ടു, വാൽവുകളൊക്കെ കണ്ടു അല്ലേ, അറകളിൽ കൂടെ എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അതേപോലെ ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഏത് ബ്ലഡ് വെസലാണ് പ്യൂർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് എന്നായിരിക്കും, നിങ്ങൾ പൾമണറി വെയിൻ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ലങ്സിൽ നിന്ന് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് പൾമണറി വെയിൻ, ലെഫ്റ്റ് ആട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബൈക്കസ്പിഡ് വാൽവ് അല്ലേ, ബൈക്കസ്പിഡ് വാൽവ് അല്ലേ, ഇവിടെ ബൈക്കസ്പിഡ്. ഇനി ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബോഡി ടിഷ്യൂവിലേക്ക് അയോട്ടിക് വാൽവ്, അയോട്ട, ആർട്ടറീസ്, കാപ്പിലറീസ്, അതൊക്കെ ഈ ഗ്യാപ്പിൽ കൊടുക്കണേ. ഇനി അതേപോലെ അല്ലേ, ബോഡി ടിഷ്യൂവിൽ നിന്ന് ഇംപ്യൂർ ബ്ലഡ്, ബോഡി ടിഷ്യൂവിൽ നിന്ന് ഉണ്ടാവുന്ന ഇംപ്യൂർ ബ്ലഡ്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ്, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കേട്ടോ, ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്സിജൻ റിച്ച് ബ്ലഡിനെ നമ്മൾ ഓക്സിനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡിനെയാണ് നമ്മൾ ഡീഓക്സിനേറ്റഡ് ബ്ലഡ്, ഇംപ്യൂർ ബ്ലഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇംപ്യൂർ ബ്ലഡ് എവിടുന്ന്, അതെ, ടിഷ്യൂവിൽ നിന്ന് കാപ്പിലറിയിൽ കൂടെ, വെയിനിൽ കൂടെ, വീനാക്കാവ, സുപ്പീരിയർ വീനാക്കാവ, ഇൻഫീരിയർ വീനാക്കാവ വഴി റൈറ്റ് ആട്രിയം, റൈറ്റ് ആട്രിയത്തിന്റെ റൈറ്റ് വെൻട്രിക്കിളിന് ഇടയിലായിട്ട് ട്രൈക്കസ്പിഡ്. ഓക്കെ, പിന്നെ പൾമണറി ആർട്ടറിയുടെ തുടക്കത്തിൽ പൾമണറി വാൽവ്, പൾമണറി ആർട്ടറിയിൽ കൂടെ ലങ്സിലേക്ക്, ലങ്സിൽ വെച്ചിട്ട് ഇംപ്യൂർ ബ്ലഡ് പ്യൂർ ബ്ലഡ് ആയിട്ട് മാറും, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, രക്തശുദ്ധീകരണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹാർട്ടും ലങ്സും തമ്മിലുള്ള ബന്ധമാണ് ഇപ്പം നമുക്ക് ഇതിൽ കൂടെ കാണാൻ സാധിക്കുക. അതുകൊണ്ടാണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെ ഒക്കെ സിംറ്റം ആയിട്ട് നമുക്ക് ശ്വസന തടസ്സമൊക്കെ നേരിടും. ഓക്കെ, ശരിക്കും ശ്വസിക്കാൻ അല്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ ഒക്കെ വരും. അപ്പോൾ ശ്വാസം കിട്ടാതെ നമ്മളിങ്ങനെ തിക്കി കളിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഹാർട്ട് അറ്റാക്കിന്റെ സിംറ്റം ആണ് എന്ന് മനസ്സിലാക്കണം. പെട്ടെന്ന് ഓക്കെ, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോവുക, എല്ലാവരും വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതാണ് മെയിൻ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് കിതപ്പ്, ഇപ്പോൾ കയറ്റം കയറുന്ന സമയത്ത് കിതപ്പ് അനുഭവപ്പെടുക. ഓക്കെ, അപ്പോൾ ഒരു ഹൃദ്രോഗി കയറ്റം കയറുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ സ്പീഡിലൊന്നും കയറാൻ പാടില്ല, മെല്ലെ ഇങ്ങനെ നിന്ന് മാത്രമേ കയറാൻ പാടുള്ളൂ. നടക്കുന്ന സമയത്തുള്ള കാര്യം ഞാൻ പറയുന്നത്, മെല്ലെ നടക്കണം അവര്. ഓക്കെ, നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്വസന തടസ്സം നേരിടുകയാണെങ്കിൽ അവിടെ വിശ്രമിക്കണം, റെസ്റ്റ് എടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ അതതിൻ്റെ സിംറ്റമായിട്ട്, ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റമായിട്ട് നമുക്ക് എന്ത് വരും? ഓക്കെ, ഈ ശ്വസന തടസ്സം വരും. അപ്പോൾ ഹാർട്ടും ലങ്സും തമ്മിലുള്ള കണക്ഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. കാരണം ലങ്സ് ഇവിടെ അല്ലെ ഫങ്ഷൻ ചെയ്യുന്നില്ല, ലങ്സ് ആണ് ഇംപ്യൂർ ബ്ലഡിനെ പ്യൂർ ബ്ലഡ് ആക്കി മാറ്റുന്നത് അല്ലെ, അശുദ്ധ രക്തത്തെ ശുദ്ധരക്തമാക്കി മാറ്റുന്നത് ശ്വാസകോശമാണ്. അപ്പോൾ ശ്വാസകോശത്തിന്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്കിവിടെ കിട്ടിയല്ലോ അല്ലേ, എവിടെ? ബ്ലഡ് സർക്കുലേഷനിലെ രക്തപര്യനത്തിൽ അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടും പ്രധാനപ്പെട്ട അവയവങ്ങളാണ്. ഓക്കെ, ലങ്സ് പിന്നെ റെസ്പിറേറ്ററി ഓർഗൻ ആയിട്ടും വരുന്നുണ്ട്, പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷനും ലങ്സ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, HSA ആൻഡ് KTET ഓൺലൈൻ തീവ്ര പരിശീലനം പരീക്ഷ കഴിയുന്നതുവരെ മുഴുവൻ സിലബസും ഒഴിവു സമയങ്ങളിൽ കാണാൻ കഴിയും വിധം റെക്കോർഡഡ് വീഡിയോകളായി നൽകുന്നു. കൂടാതെ PDF നോട്ടുകളും എല്ലാ ആഴ്ചയിലും പരീക്ഷകളും. വിഷയങ്ങൾ മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, സോഷ്യൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ്, ജനറൽ വിഷയങ്ങൾ, psychology and pedagogy, Renaissance in GK and English or Malayalam. Aptix Academy, Mukkam.